യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിലെ 13-ാം ഞായർ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് നാം വിചിന്തനം ചെയ്യുന്നത്. എന്നേക്കാൾ പിതാവിനെയോ മാതാവിനെയോ പുത്രനെയോ പുത്രിയെയോ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് യേശുനാഥൻ പറയുമ്പോൾ, നമ്മുടെ എല്ലാ സ്നേഹത്തിൻ്റെയും ഉറവിടവും കേന്ദ്രവും ദൈവമായിരിക്കണം എന്നതാണ്. ഒരു വീടിൻ്റെ മേൽക്കൂര ഉറച്ചു നിൽക്കണമെങ്കിൽ അതിൻ്റെ അടിത്തറ ശക്തമായിരിക്കേണ്ടതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും സമൂഹ ജീവിതവും നിലനിൽക്കണമെങ്കിൽ അവയുടെ അടിത്തറ ദൈവസ്നേഹമായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക്, ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന വ്യക്തിക്ക് മാതാപിതാക്കളെയും മക്കളെയും ജീവിത പങ്കാളിയെയും കൂടുതൽ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ത്യാഗം ചെയ്യുവാനും കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുരിശുകളാകുന്ന രോഗവും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഏകാന്തതയും തെറ്റിദ്ധാരണകളും ഉണ്ടാകാം. ഇങ്ങനെയുള്ള കുരിശുകളെ വിശ്വാസത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ പിന്നാലെ നടക്കാനാണ് യേശുനാഥൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ക്രിസ്തുവിനോടൊപ്പമുള്ള കുരിശുകൾ പ്രത്യാശയുടെ കുരിശുകളാണ്. കുരിശിൻ്റെ അപ്പുറത്ത് ഉയർപ്പുണ്ട്. ലോകം നമ്മോട് പറയുന്നത് നിനക്ക് വേണ്ടി ജീവിക്കൂ എന്നാണ്. എന്നാൽ യേശു നമ്മോട് പറയുന്നത് സ്നേഹത്തിന് വേണ്ടി ജീവിക്കൂ എന്നാണ്. ദൈവം വലിയ അത്ഭുതങ്ങൾ മാത്രം നോക്കുന്നില്ല, മറിച്ച് ഒരു നല്ല വാക്ക്, പുഞ്ചിരി, രോഗിയെ സന്ദർശിക്കൽ, വിശക്കുന്നവന് ഭക്ഷണം നൽകൽ, വിഷമിക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കൽ, ഇവയെല്ലാം ദൈവ സന്നിധിയിൽ അമൂല്യമാണ് എന്നാണ്. ദൈവത്തെ എല്ലാറ്റിനുപരിയായി സ്നേഹിക്കുവാനും ധൈര്യത്തോടെ കുരിശ് വഹിക്കുവാനും സ്നേഹപ്രവൃത്തികളിലൂടെ ദൈവത്തിന് സാക്ഷികളായി ജീവിക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.